ഞാനേ ആകെപ്പാടുണ്ടാക്കുന്ന ഒരു കേക്ക് നമ്മളുടെ മാർബിൾ കേക്കാണ് കേട്ടാ. അതാവുമ്പോൾ രണ്ടുണ്ട് കാര്യം, ഈ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും ഒക്കെ ഒരുമിച്ച് കഴിച്ചൊരു ഫീലാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൊണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ടെ 3 കോഴിമുട്ട ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദൻ്റെ കൂട്ടില്ലേ, അത് കുറേശ്ശെ അങ്ങോട്ട് ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് വലിയ വലിയ ബേക്കേഴ്സ് ഒക്കെ പറയും. സംഭവം ഏതൊരു സൈഡിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ നേരെ ചൂടുള്ള പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്ററിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാട്ടോ ഞാൻ എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ 2 ഫ്ലേവറിലുള്ള കേക്ക് ബാറ്റർ ഉണ്ടല്ലോ, കലർത്തി കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പായി കൊടുക്കുക. ഞാനൊരു മാർബിൾ ഷേപ്പൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. എന്ത് ഷേപ്പാണ് അവ വന്നിരിക്കുന്നത് അല്ലേ? ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിത് നമ്മുടെ എയർ ഫ്രയർ ഓവറിലാട്ടോ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഞാനിത് 170 ഡിഗ്രിയിലാട്ടോ വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഒരു 25 മിനിറ്റാണ് എനിക്ക് ഈ കേക്ക് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സമയമേ. ഇനി ഓവനില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് പാനിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ പേജിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിട്ടാ.